ജോണേട്ട, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏതാണ്ട് കഴിഞ്ഞ മാസത്തിലെ പകുതിയിലധികം ദിവസവും നമ്മൾ കേട്ട ഒരു വാർത്തയാണ് കർണാടക ഷിരൂരിലെ അർജുൻ എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവറുടെ വാർത്ത. മലയാളിയായിട്ടുള്ള അർജുൻ. ഇപ്പോൾ എന്താണ് ഇനി സംഭവിച്ചിരിക്കുന്നത്? ഒന്നും കേൾക്കുന്നില്ല. പുതുതായിട്ട് വരുന്ന അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കോഴിക്കോട് ഒരു ബാങ്ക് ജോലി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വാർത്ത, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. പിന്നെ ഉള്ളത് മാധ്യമങ്ങളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാർത്തകളൊന്നും അറിയാൻ മാർഗമില്ല. അർജുനെ കാണാതായതിനു ശേഷം മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ വിശേഷങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തുടക്കത്തിൽ അത് നല്ലതായിരുന്നു. കാരണം ആ ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു മാധ്യമങ്ങളുടെ ഇടപെടലുകൾ. മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ഈ പ്രളയമൊക്കെ വന്ന സമയത്ത് അല്ലെങ്കിൽ പല സംഭവങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഈ ഓയൂരിൽ ആ കുട്ടിയെ കാണാതെ പോയ സമയത്തൊക്കെ യഥാർത്ഥത്തിൽ അന്ന് നമ്മളിതൊക്കെ പറയുമെങ്കിലും മാധ്യമങ്ങളുടെ പ്രവർത്തനം ശ്ലാഘനീയമായിരുന്നു എന്ന് പറയാതെ വയ്യ. കാരണം മാധ്യമങ്ങൾ അത്രയും ജാഗ്രതയോടെ ഇരുന്നതുകൊണ്ടാണ് ആ കുട്ടിയെ നമുക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷേ ഇവിടെ ആദ്യത്തെ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ കാണിച്ച ആ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ജോലി കാണിച്ച ആ ഉത്സാഹം വേറൊരു തരത്തിലേക്ക് വഴിമാറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ അവിടെ മത്സരമാണ്, റേറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള മത്സരം. അപ്പോൾ ഇപ്പോൾ ആ മാധ്യമങ്ങൾക്കൊന്നും അർജുനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അർജുൻ്റെ കാര്യങ്ങൾ മിണ്ടാനോ സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അർജുനെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഏകദേശം ഉപേക്ഷിച്ച മട്ടിലാണ്. തൃശ്ശൂരിൽ നിന്ന് ഒരു വാഹനം പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മളൊന്നും കേൾക്കുന്നില്ല. അപ്പം ആകെ അർജുനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നിലച്ച മട്ടിലാണ്. പക്ഷേ മാധ്യമങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് യാതൊന്നും തന്നെ മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ വയനാട്ടിൽ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ പിന്നാലെ പോകും എന്നുള്ളത്. എന്നാലും അർജുനെ എത്ര പെട്ടെന്നാണ് മറന്നുപോയത്. അപ്പോൾ മാധ്യമങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അല്ല, എനിക്ക് അതായത് ഒരു വലിയ വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകർ അതിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഏറ്റവും താഴെ സ്ക്രോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ എഴുതുന്ന ബ്രേക്കിങ്ങും ഫ്ലാഷും ഒക്കെ പോകുന്നതിൻ്റെ ഏറ്റവും താഴെയായിട്ട് സ്ക്രോൾ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വരിയിൽ എഴുതി പോകും. അതിൽ പോലും ഞാൻ അർജുനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എവിടെയും കാണുന്നില്ല. അപ്പം നോക്കൂ, ഈ ചാനലുകളെല്ലാം ആഘോഷം നമ്മൾ മറ്റ് ഒരു ദിവസങ്ങളിലും കാണാത്ത തരത്തിൽ ഇവിടുന്ന് ചാനൽ എൻ്റെ വാർത്താ അവതാരകൻ, ഏറ്റവും പ്രധാനപ്പെട്ട അവതാരകൻ തന്നെ അവിടെ എത്തുന്നു. അദ്ദേഹം SP എവിടെയെന്ന് ചോദിക്കുന്നു, ഇവിടെ കുഴിക്കുന്നു. അദ്ദേഹം വിദഗ്ധനായി മാറുകയാണ്. അദ്ദേഹം ദുരന്ത മുഖങ്ങളിൽ പോയി ഇതുപോലെ ആളുകളെ രക്ഷപ്പെടുത്തിയതുപോലെ അദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളായി മാറുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇവിടെ കുഴിച്ച് നോക്കൂ, അവിടെ തപ്പി നോക്കൂ, അവിടെ ആ മണ്ണൊലിച്ചെടുത്ത് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മൊത്തം ആകെ വഴിതെറ്റിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വേറൊരാൾ പോയി. അദ്ദേഹം പിന്നെ മാധ്യമ പ്രവർത്തകനല്ല, പക്ഷേ അദ്ദേഹവും മാധ്യമ ശ്രദ്ധയൊക്കെ നേടിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് രഞ്ജിത്ത് ഇസ്രായേൽ. അപ്പോൾ അദ്ദേഹവും ചെന്നു. ഇതുപോലെ അദ്ദേഹം പറയുന്നത് സൈന്യം കേൾക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനല്ലല്ലോ സൈന്യം പറയുന്നത് കേൾക്കാനാണ് അദ്ദേഹത്തെ ഈ സൈന്യത്തിൻ്റെ നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അനുസരിക്കേണ്ടത്. അദ്ദേഹം അവരെ സഹായിക്കാനാണ് ചെല്ലേണ്ടത്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് അപകടം നടന്ന സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ ഫയർഫോഴ്സ് ഉണ്ട്. ആ ഫയർഫോഴ്സിനെ സഹായിക്കാനാണ് നമ്മൾ ചെല്ലുന്നത്, അല്ലേ? അല്ലാതെ അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രദേശം മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശമായിരിക്കണം. അപ്പോൾ നമുക്ക് ഫയർഫോഴ്സിന് അതിനെക്കുറിച്ച് വ്യക്തതയില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു കിണറുണ്ട്, അങ്ങോട്ട് പോകരുത്, ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇതിലേ പോയാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ആ പ്രദേശത്തെക്കുറിച്ച് ധാരണയില്ലാത്ത ആളുകളൊക്കെയാണ് അവിടെ ചെന്നിട്ട് ചാനൽ റേറ്റിംഗ്, ചാനലുകളുടെ കിടമത്സരം. പലപ്പോഴും ചാനലുകൾക്ക് പല വാർത്തകളും, അതായത് നമ്മളിങ്ങനെ ആളുകൾ ആ ചാനലുകൾ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അതായത് വണ്ടി കണ്ടെത്തി ഇത്ര മീറ്റർ ആഴത്തിലാണ്, ആ മീറ്ററിൻ്റെ അളവ് പോലും മാറ്റി പറയുന്ന അവസ്ഥയുണ്ടായി. 35 എന്ന് പറയുന്നു, 60 എന്ന് പറയുന്നു, പിന്നീട് ക്യാബിൻ കണ്ടെത്തി എന്ന് പറയുന്നു. ഓരോ സമയത്ത് അങ്ങനെ അവസാനം ആയപ്പോൾ ഇവർക്ക് തന്നെ മനസ്സിലായി അവിടെ ശക്തമായ അടിയൊഴുക്കാണ്, അത് കാരണം അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി അർജുനെ കാണാതായത് ഗവൺമെൻറ് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ക്യാമറയുമായി ഒരു ടാങ്കർ തള്ളി വെള്ളത്തിലിട്ട വലിയ മല, അതിന് ഭാരത് ബെൻസിനെ പിടിച്ച് താഴെയിടാൻ പറ്റില്ലേ? പറ്റും. ആ യുക്തി ഇവർക്ക് എന്താ ഇല്ലാത്തത്?
അത്രയും ചിന്തിക്കണ്ടേ? അത് എങ്ങനെ ഇടിഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് ആളുകൾക്ക് അത് ആ വാർത്ത വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വിഷ്വൽ കാണുമ്പോഴോ നമുക്ക് ആ വിഷ്വൽ കാണാം, എന്നാലും അത് ഊഹിക്കാം, ഇമാജിൻ ചെയ്യാമല്ലോ ഇത് എങ്ങനെയാണ് ആ മല വന്നത്. അത് ഇടിച്ചങ്ങ് പോവുമല്ലേ. അപ്പോൾ ഇവർ പറയുന്ന രീതിയിൽ, അതായത് വാർത്ത ഈ അവതാരകർ അല്ലെങ്കിൽ അതിൻ്റെ ആ ചാനലിൻ്റെ പ്രമുഖരായിട്ടുള്ള ആൾ, പിന്നീട് കുറേ ചാനലുകാർ പോയി ഇദ്ദേഹത്തെ അനുകരിച്ചിട്ട് കുറേ ആളുകളൊക്കെ പോകുന്നു, അവിടെ ലൈവ് റിപ്പോർട്ടിംഗ് നടത്തുന്നു. അതൊന്നും അസ്വാഭാവികമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്രയോ സ്ഥലങ്ങളിൽ പോയി ലൈവ് റിപ്പോർട്ടിംഗ് നടത്താം. പക്ഷേ അവിടെ മിസ്ഗൈഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മാധ്യമപ്രവർത്തകർ പോയിട്ട്, ചാനലിലെ പ്രവർത്തകർ പോയിട്ട് ഈ സുരക്ഷാ പ്രവർത്തകരെ ഉൾപ്പെടെ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അവസാനം അവർക്ക് അവിടെ നിന്ന് ഇവരെ ഇറങ്ങിപ്പോകാൻ പറയേണ്ട ഗതിയായി. മലയാളികളൊന്നും അങ്ങോട്ട് വരരുതെന്ന് പറയേണ്ട അവസ്ഥയായി. ഇവരെല്ലാം അവിടെ നിന്ന് പുറത്താക്കുകയാണ്. അതിന് കാരണക്കാരായത് ഇവിടുന്ന് പോയ ഈ ചാനൽ പ്രവർത്തകരാണ്. അപ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള അങ്ങനെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അർജുനെ വിറ്റ് ഇവർ അത്രയും ദിവസം ആ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടി കഴിഞ്ഞ ആളുകളാണ്. നമുക്കത് പറഞ്ഞുകൂടാ, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, പിന്നീട് നമ്മളൊരു കണ്ടതൊരു പെൺകുട്ടി, ഒരു ഓൺലൈൻ ഒരു മീഡിയയുടെ ഒരു കുട്ടി, എന്താ മഴവിൽ കേരളം അങ്ങനെ കണ്ട് പറയുന്ന ചാനലാണ്. ആ ചാനലിലെ കുട്ടി ഏറ്റവും വലിയ വിമർശനം വിളിച്ച് ഒരു കുട്ടിയാണ്. ആ കുട്ടി ഈ ക്യാമറയുമായിട്ട് ചെന്നിട്ട് അർജുൻ്റെ മകനോട്, കുട്ടിയെ കുറ്റം പറയാൻ പറ്റും, ഒരു ഉടമ പറയുന്ന ചാനൽ മുതലാളി പറയുന്നതല്ല. ചാനൽ മുതലാളി പറഞ്ഞാലും ആ കുട്ടിക്കൊരു കോമൺ സെൻസ് ഇല്ലേ, ഇങ്ങനെ പറഞ്ഞാൽ എന്താകും, അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? ഒന്നിൽ ആ മുതലാളി ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ഒരാളായിരിക്കണം. അത് മാധ്യമധർമ്മമല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ആ കുട്ടിക്ക് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ചില സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല എന്ന് പറയാറില്ലേ? അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് നമ്മുടെ ഒരു ബോധം നമുക്കുള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ആ ബോധം ആ കുട്ടിക്കില്ലാതെ പോയി. ആ കുട്ടിയെടുത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല ചോദിച്ചത്. അപ്പോൾ ആ തരത്തിൽ ആ ഒരു കുടുംബത്തെ മുഴുവൻ, പിന്നീട് അവർക്ക് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. അപ്പോൾ ആ കുടുംബത്തെ മുഴുവൻ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ കാശുണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് ആ കുടുംബത്തെ മുഴുവൻ ഉപയോഗിക്കുന്ന തരത്തിൽ, ആ വാർത്തയാക്കുന്ന തരത്തിൽ നമുക്ക് വാർത്ത അറിയാൻ അവകാശമുണ്ട്. അതിനൊന്നും നമ്മൾ ആരും കുറ്റം പറയത്തില്ല. പക്ഷേ ഈ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ, ഉദ്വേഗജനകമായ വാർത്തകൾ, അർജുനെ നാളെ കണ്ടെത്തും, അല്ലെങ്കിൽ അടുത്ത ദിവസം പറയുകയാണ് അടുത്ത ദിവസം കണ്ടെത്തും, ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് അവസാനം അവർക്ക് തന്നെ മനസ്സിലായി, അവരാ ശ്രമം ഉപേക്ഷിക്കാനുള്ള അവർക്ക് മനസ്സിലായി. അവസാന നദിയിൽ വീണിട്ടുള്ള ഈ വാഹനം, ടാങ്കർ അവിടുന്ന് 7 കിലോമീറ്ററാണ് ആ നദി ഒഴുകിക്കൊണ്ടുപോയത്. ഒരു വലിയ ടാങ്കറിനെ ആ നദിക്ക് എടുത്ത് 7 കിലോമീറ്റർ നീക്കിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒരു 12 കിലോമീറ്റർ അകലെ കടലുമുണ്ട്. വലിയ വാഹനത്തെ എന്തായാലും കടലിലോട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ കടലിൽ തിരിച്ചും കൊണ്ടുവരും, തിരിച്ചതിനെ ഇങ്ങോട്ടും തിരിച്ചു ഇത് ചെയ്യും. പ്രഷർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ടും പ്രഷർ അതേ രീതിയിൽ വരും. എന്തായാലും ആ വാഹനത്തെ കണ്ടെത്താൻ സാധിക്കും. കടലിൽ എന്തായാലും അത് പോയി കാണില്ല. ഇദ്ദേഹം ഈ നദിക്കകത്തുണ്ടെങ്കിൽ ഈ ക്യാബിനുള്ളിൽ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടാവുമോ? അത് നമുക്കിപ്പോൾ പറയാം. അദ്ദേഹത്തെ കണ്ടെത്തുന്നിടം വരെ നമുക്ക് പറയാൻ പറ്റില്ല. ഊഹാഭോഗങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അദ്ദേഹത്തെ ഈ ശ്യാം പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു. ഗവൺമെൻറ്, ഈ കർണാടക ഗവൺമെൻറ്റും ഒക്കെ ആദ്യഘട്ടത്തിൽ അതിനൊരു അലംഭാവം കാണിച്ചു എന്നുള്ളത് ശരിയാണ്. പിന്നീട് അതാ ഞാൻ പറഞ്ഞത്, പിന്നീട് മാധ്യമങ്ങളൊക്കെ, നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനകത്തൊരു പ്രതിഷേധ സ്വരമൊക്കെ ഉയർത്തി വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായി. കാരണം മലയാളികൾ ഒന്നടങ്കം, ഈ ലോറി ഡ്രൈവറും ഉണ്ടല്ലോ, മനാഫ്, അപ്പോൾ അവർ ഈ ഇടയ്ക്ക് ഞങ്ങളെ പോലീസ് ഓടിച്ചു, മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണിത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു തുടങ്ങിയത്. പക്ഷേ പിന്നീട് മനാഫും പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ പൊരുത്തക്കേടുകളൊക്കെ വന്നു തുടങ്ങി. അദ്ദേഹം ഈ ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, GPS-ൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുമൊക്കെ ചില പൊരുത്തക്കേടുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഈ അർജുൻ ഇപ്പോഴും കാണാമറയത്താണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ ഇനിയും മാധ്യമങ്ങൾ എന്ത് ചെയ്യും, എന്ത് പറയും എന്നുള്ളതാണ്. ഇനിയും മാധ്യമങ്ങൾ കൂടെ നിൽക്കുമോ, അതോ ഒരു വെറും വാർത്ത മാത്രമായി പോവുകയാണോ എന്നുള്ളതാണ് നമുക്ക് ഈ ചർച്ചയിലൂടെ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗ് സത്യത്തിൽ ശരിയാണ്. തവള ചത്താൽ വാർത്ത പാമ്പ് ചാവുന്നത് വരെ. അതെ. അല്ല, വാർത്ത എങ്ങനെയാണല്ലോ, ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുക. പക്ഷേ ഈ അർജുൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ മുമ്പെങ്കിലും കാണാത്ത വിധത്തിൽ ചാനലുകൾ ഇത് ഒരു
ദുരന്തമുണ്ടാകുന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അതിങ്ങനെ ലൈവ് പലപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നിടത്തൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒന്ന് തായ്വാനിൽ ഈ ഗുഹയിലകപ്പെട്ട ഒരു സംഭവമുണ്ട്, ഒരു ഫുട്ബോൾ കോച്ചും കുട്ടികളും. അവിടെയൊന്നും മാധ്യമങ്ങളെയൊന്നും അവർ കയറ്റിയില്ല, അവിടെ മന്ത്രിമാരും പോയില്ല, അവിടെ MLA മാരും പോയില്ല. അവിടെ അതിൻ്റെ റെസ്ക്യൂ ടീം ആരാണോ അവർ പോകുന്നു, അവർ കൃത്യമായി അതിനെ ഏതൊക്കെ മാർഗത്തിലൂടെ ഇവരെ പുറത്തെത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അവരകത്ത് കയറി ഇത്ര ദിവസത്തിനകം അവരെ പുറത്തെത്തിച്ചു. അപ്പോൾ അത് പിന്നെ വാർത്ത ആരാണ് കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളുണ്ട്. അവർ വന്നിട്ട് ഈ മാധ്യമ പ്രവർത്തകരോട് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ, അവരെ ഇത്ര കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലായിടങ്ങളിലും ചെയ്യുന്നത് ദുരന്തം ഉണ്ടാകും. പക്ഷേ ഇവിടെ മാത്രമാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പോലും അവിടെ ഈ ക്യാമറയൊക്കെ ആയിട്ട് കയറിയിട്ട് അത് ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ആദ്യമേ ബ്രേക്ക് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. ചെന്നിട്ട് അത് ലൈവായിട്ട് കൊടുക്കുന്നു. SP എവിടെയെന്ന് ചോദിക്കുന്നു, കളക്ടർ എവിടെയെന്ന് ചോദിക്കുന്നു, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ നമ്മുടെ മികവ് കാട്ടുന്ന തരത്തിലേക്കൊക്കെ പോവുകയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൊഫഷൻ മാധ്യമ പ്രവർത്തനമാണ്, നമ്മൾ രക്ഷാപ്രവർത്തകരല്ല എന്നുള്ളതാണ്. ഒരാൾ കിണറ്റി വീണാൽ പോലും കൂടെ ചാടാൻ ഈ മാധ്യമ പ്രവർത്തകനെ കൊണ്ട് പറ്റത്തില്ല രക്ഷിക്കാൻ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് റിപ്പോർട്ട് ചെയ്യുക. അത് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കും ജനങ്ങൾക്കും അറിയാനുള്ള അവകാശമുണ്ട് എന്ത് സംഭവിച്ചു. ഈ അർജുൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനായി മാറുകയാണ്. അത് മാധ്യമങ്ങളുടെ തുടക്കം മുതലുള്ള ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അങ്ങനെ അയാൾ മാറുന്നത്, അതിൽ നമ്മുടെ കുടുംബത്തിലെ ഒരാളായി മാറുന്നത് അതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് മാധ്യമങ്ങൾ ചെയ്തത്, മാധ്യമങ്ങൾ അവരുടെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്, എന്നാലും പറയാം, റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ അർജുനെ ഉപയോഗിച്ചു. പക്ഷേ ഇപ്പോൾ അർജുനെക്കുറിച്ച് അവരൊന്നും മിണ്ടുന്നില്ല. അർജുനെ ഇപ്പം അവർക്ക് വേണ്ട. അർജുനില്ലെങ്കിൽ അടുത്തൊരു സംഭവം വരും. അത് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്, സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ചത് രക്ഷാപ്രവർത്തനത്തെ പോലും തകിടം മറിക്കുന്ന തരത്തിൽ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി ഏറ്റവും നിലവാരം കുറഞ്ഞ മാധ്യമപ്രവർത്തനത്തിലേക്ക് പലരും പോയി. അതാണ് നമ്മൾ കണ്ടതും. അത് ഒരു പാഠമാണ്. ഇനി അങ്ങനെ ആകരുത്, എങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത് എന്നുള്ളത്. പക്ഷേ പഠിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമ്മൾ പറയുകയാണ് എങ്ങനെ മാധ്യമപ്രവർത്തനം, പ്രത്യേകിച്ച് ഈ ചാനലുകൾ എങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത് എന്നുള്ളതിൻ്റെ ഈ ദുരന്തമുഖത്തൊന്നും ഈ മാധ്യമങ്ങളെ ഒന്നും അങ്ങനെ കയറ്റി വിടരുത്. അത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാട്ടുകാർ മൊത്തം ഇടിച്ചു കയറേണ്ട ഒരു സ്ഥലമല്ലല്ലോ ഒരു ദുരന്തമുഖം എന്ന് പറയുന്നത്. ഒരു അത്തരം ഇടങ്ങളിലൊന്നും കയറാൻ പാടില്ല. അത് വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്, അതിന് പരിശീലനം ലഭിച്ച ആളുകളുണ്ട്, അവർ മാത്രമേ അവിടെ പാടുള്ളൂ. ഇപ്പോൾ മണ്ണിടി നമുക്കറിയാമല്ലോ, മണ്ണിടിയുന്നു. ഇപ്പോൾ തൊഴിലാളികളൊക്കെ, ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വരികയാണ്, പെട്ടെന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, റോഡ് സൈഡിൽ കുഴി എടുത്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ മണ്ണിടിഞ്ഞിട്ട് വളരെ പെട്ടെന്നാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ നടന്നു വരുന്നു, ഒരാളവിടെ താഴെയുണ്ട്, വളരെ പെട്ടെന്ന് ആ കുഴിയിൽ മണ്ണിടിഞ്ഞിട്ട് അയാളുടെ കഴുത്ത് വരെ അങ്ങ് മൂടി. ഒരു സെക്കൻഡ് പോലും ഇല്ല, മൂടുക. അപ്പോൾ ആളുകളെല്ലാം ഓടിക്കൂടുന്നു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ പെട്ടെന്ന് അതിനിപ്പുറത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ഓഫീസുണ്ട്, അവർ ഓടി വന്നു. അവർ ഓടിയിട്ട് ഈ ആളുകളെല്ലാം മാറ്റി. അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇയാൾ ഈ മണ്ണിനകത്ത് മൂടി നിൽക്കുകയാണ്, നിങ്ങൾ ചവിട്ടിക്കഴിഞ്ഞാൽ മണ്ണ് വീണ്ടും താഴേക്ക് പോകും, ഇയാൾ മൊത്തത്തിൽ മൂടിപ്പോകും, എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. അല്ലാതുള്ള ആളുകൾ കാഴ്ച കാണാനും സെൽഫി എടുക്കാനും, എത്രയോ ആളുകൾ എന്നിട്ട് സെൽഫി എടുക്കുന്നു. സെൽഫി എടുക്കാനുള്ള സ്ഥലമല്ലല്ലോ ഒരു ദുരന്തം നടക്കുന്ന ഇടം. അത് ഇനി മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ അത് മനസ്സിലാക്കണം. അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് ഇനിയും അർജുനെ നമുക്ക് കണ്ടെത്തണം. അർജുൻ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തണം. അതിന് മാധ്യമങ്ങൾ വീണ്ടും മുന്നോട്ട് വരണം. തീർച്ചയായും.